ചിലരൊക്കെ പുട്ടിയടിക്കുന്ന കാരണം കണ്ട സഹിക്കില്ല, ആ രീതിയിലാണ് പുട്ടിയടിക്കുന്നത്. ഇതൊക്കെ അഴിഞ്ഞു വീണ് കഴിയുമ്പോഴുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? ഒരുപാട് ബ്രാൻഡുകൾ വരുന്നു, ആന്റി ഏജിങ്ങിന്, ഡാർക്കിൽ ഉപയോഗിക്കേണ്ടത്, രാത്രിയിൽ ഉപയോഗിക്കേണ്ടത്, പകൽ ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ വാരിപ്പൊത്തി ആവശ്യമില്ലാതെ നിങ്ങളുടെ വിലയേറിയ കിഡ്നിയും വിലയേറിയ ലിവറും ഒന്ന് നശിപ്പിച്ച് കളയരുത് എന്ന് മാത്രമേ ഒരിക്കൽ പറയാനുള്ളൂ. അനുവദനീയമായതിനേക്കാൾ 12,000 മടങ്ങാണ് നിങ്ങളുടെ ചുണ്ടിൽ കിടക്കുന്ന ലിപ്സ്റ്റിക്ക് മെർക്കുറിയുമായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ പുട്ടും ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ഈ ലിപ്സ്റ്റിക്കിനകത്തൂടെ മെർക്കുറിയും കൂടി ഉള്ളിലോട്ട് പോകും എന്നതറിയുക. നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ചിലപ്പോൾ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു ചിരിയായിരിക്കും. പക്ഷേ നിങ്ങളിത് വാരി തേച്ച് പുറത്തു പോകുമ്പോൾ നഷ്ടമാവുന്നത് നിങ്ങളുടെ ചിരിയാണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. കിഡ്നിയിൽ ലിവറൊക്കെ അടിച്ചു പോയിട്ട് പിന്നെ എത്ര ലിപ്സ്റ്റിക് ഇട്ടെന്ന് പറഞ്ഞിട്ടും വല്ല കാര്യമുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കിന്നിലുണ്ടാവുന്ന നിറമാറ്റം എന്ന് പറയുന്നത് ആന്തരിക അവയവങ്ങളുടെയും നിങ്ങളുടെ രോഗസാധ്യതകളുടെയും ഒക്കെ ലക്ഷണമാണ്. അത് ലിപ്സ്റ്റിക് ഇട്ടും പുട്ടിയടിച്ചാലും മാറുന്നതല്ല എന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്ര മിനിമലിസ്റ്റ് ആയിട്ട് മാത്രം നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. ജീവിതം കുറച്ചുകൂടി മനോഹരമായി തീരുമെന്നേ. മാത്രവുമല്ല, നമ്മളുടെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പുഞ്ചിരിക്കുന്ന സൗന്ദര്യത്തെക്കാൾ ഉള്ളിലെ നമ്മുടെ മനസ്സ് നന്നാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സ്റ്റീറോയിഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും കേട്ടോ. അതിനത്യാവശ്യം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം, നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കണം, കൂടുതൽ അറിവുകൾ സമ്പാദിക്കണം. അപ്പോൾ ഓക്കെ ആയിരിക്കും.